ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ കഴിഞ്ഞ ഒരു 4 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൻ്റെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് തിയറീസ് നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ന്യൂസാണ്. നമുക്കറിയാം, വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ ന്യൂസ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂസിനെ പറ്റി നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കാര്യം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കൂടെ ഫോളോ ചെയ്ത് വന്നാൽ ഉറപ്പായിട്ടും ഇത് ചാർട്ട് പാറ്റേൺ ഉണ്ട്, പ്രൈസ് ആക്ഷൻ ഉണ്ട്, SMC ഉണ്ട്, ICT ഉണ്ട്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പം നമ്മളെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു നല്ല ട്രേഡർ ആവാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങളെ എല്ലാ ട്രേഡ്സും സെറ്റപ്പും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് എന്താണ് മാർക്കറ്റ് ന്യൂസുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്കറിയാം. ജെറോം പവലൊക്കെ വന്ന് ഒരു സ്പീച്ച് നടത്തുമ്പോൾ മാർക്കറ്റ് പോകുന്നൊരു പോക്കുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ന്യൂസ് മാർക്കറ്റിൽ ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ എക്കോണമിയായിട്ടേ ബന്ധമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളും എക്കോണമിയായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ന്യൂസും കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകളാണ് മാർക്കറ്റിൽ ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഹൈ മൊമെൻറ്റത്തിൽ പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പണപ്പെരുപ്പം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പം സംഭവം in economics, inflation is a general increase in the prices of goods and services in an economy. This is usually measured using the consumer price index. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം. നമ്മൾ 2000 ഒരു സെൽഫോൺ വാങ്ങുന്ന ക്യാഷാണ് ഇപ്പോൾ കൊടുക്കുന്നത്, അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ 2000 ഒരു കവർ പാല് മേടിക്കുന്ന പൈസയാണോ നമ്മളിപ്പോൾ കൊടുക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അതായത് കാലം പോകും തോറും പ്രൈസിൻ്റെയും സർവീസിൻ്റെയും എല്ലാം റേറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതാണ് പണപ്പെരുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണപ്പെരുപ്പം നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് വൺ, എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായിട്ടുള്ള ന്യൂസുകൾ ഹെവി ഇമ്പാക്റ്റിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ദ CPI, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, മെഷർ ദ ഓവറോൾ ചേഞ്ചസ് ഇൻ കൺസ്യൂമർ പ്രൈസ് ബേസ്ഡ് ഓൺ എ റെപ്രസെൻറ്റേറ്റീവ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓവർ ടൈം. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു മെഷർ ഓഫ് ഇൻഫ്ലേഷൻ, ക്ലോസ്ലി ഫോളോഡ് ബൈ പോളിസി മേക്കേഴ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബിസിനസ് ആൻഡ് കൺസ്യൂമർ. സംഭവം എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കൂട്ടം ഉപഭോക്തൃ സേവനം എന്ന് പറയത്തില്ലേ, എന്ന് വെച്ചാൽ ഇത് ഉപഭോക്തൃ വില സൂചിക എന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അതായത് ഭക്ഷ്യവസ്തുക്കൾ, മെഡിക്കൽ കെയർ, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെയുള്ള ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, ഇതെല്ലാം ഇതിന് കീഴിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പം ഓരോ സാധനങ്ങളിലും ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസ്, ഓക്കെ, ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്ന ഓരോ പ്രൈസിൻ്റെ ഓരോ ചേഞ്ചും അതിവിടെ ശരാശരി നോക്കിയാണ് ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഫ്ലേഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ പലിശ നിരക്ക് എന്നൊക്കെ പറയും. ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ദ എക്സ്ട്രാ എമൗണ്ട് യു പേ വെൻ യു ബോറോ മണി. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ദ മണി യു ആർ. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ സംതിങ് ലൈക്ക് എ ബോണ്ട്, യു ആർ ലീഡിങ് യുവർ മണി ക്യാൻ ഏൺ ഇൻട്രസ്റ്റ് ഓൺ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സംഭവം എന്ന് വെച്ചാൽ പലിശ നിരക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് മണി ആർക്കെങ്കിലും പലിശ ആ ഒരു രീതി കൊടുക്കുകയാണെങ്കിൽ ആ പണത്തിന് മുകളിൽ നമുക്ക് മറ്റൊരു പണവും കൂടി കുറച്ച് എമൗണ്ട് കൂടെ കിട്ടും. അതാണ്
പലിശ എന്ന് പറയുന്നത്. അതിനെ പെർസെൻറ്റേജിലോട്ട് കണക്കാക്കുമ്പോഴാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ബാങ്ക്, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുന്ന റിസർവ് ബാങ്ക്. ഇപ്പോൾ റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് എമൗണ്ട് കൊടുക്കാറുണ്ട്. അതിപ്പം അവിടെ ഒരു ചെറിയൊരു പലിശ നിരക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വലിയ വലിയ ബാങ്കുകളും കാര്യങ്ങളും അവരുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുത്തും. ചിലപ്പോൾ കൂട്ടും, ചിലപ്പോൾ കുറയാം, അങ്ങനെ പല പല വ്യത്യാസങ്ങളും വരുത്താറുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസം മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ യു എസിലേക്കാണ് കൂടുതലായിട്ട് ഒരു ന്യൂസിൽ എടുത്തെടുത്ത് പറയുമ്പോൾ അത് ഫോറക്സ് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ. When an individual who is not employed and is seeking employment cannot find work, unemployment is a key indicator of health of an economy. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം വരുവാണെങ്കിൽ കയ്യിലോട്ട് ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ക്യാഷ് എത്തത്തില്ല. അത് എന്താണ്, അങ്ങനെ ഓരോ ഫാമിലിയും ഇങ്ങനെ തൊഴിലില്ലായ്മ എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ ആരുടെ കയ്യിലും ക്യാഷ് എത്തത്തില്ല. അങ്ങനെ ക്യാഷ് എത്താതിരിക്കുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, മണി എത്തിയില്ലെങ്കിൽ അതാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ന്യൂസിലൊക്കെ ആണെങ്കിൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറഞ്ഞു അല്ലെങ്കിൽ ഇത്ര ശതമാനം കൂടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഇന്നത്തേനേം കാട്ടി കൂടുതലാണ് അടുത്തെങ്കിൽ അത് മാർക്കറ്റിനെ ആ രീതിയിലോട്ട് എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം കൂടുവാണെങ്കിൽ കറൻസി ഡിപ്രിസിയേഷനും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അത് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കറൻസി അപ്രീസിയേഷനുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും കറൻസി അപ്രീസിയേഷനും, അത് കുറയുമ്പോൾ കറൻസി ഡിപ്രിസിയേഷനുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഓവർ എ സ്പേസ് എന്നാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യത്തിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് വിൻ എ കൺട്രി ഓവർ എ സ്പെസിഫിക് പീരീഡ്, യൂഷ്വലി ഇയർ, ഒരു വർഷം അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനകത്ത് രാജ്യത്തുണ്ടാക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും എല്ലാം കൂടിയുള്ള ടോട്ടൽ വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഓരോ രാജ്യത്തിനും പല പല ഇതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രേഡ് പുഷ് ചെയ്യുന്ന ഏത് കറൻസി പെയർസാണോ ആ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ ആ ഒരു ശതമാനം അവർ ന്യൂസിലോട്ട് അത് പറയുമ്പം അല്ലെങ്കിൽ അത് പുറത്ത് വിടുമ്പോൾ ഇനി കൂടുവാണോ കുറയുവാണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിൽക്കുവാണോ, കൂടുമ്പോഴും കുറയുമ്പോഴും അതിനനുസരിച്ചുള്ള വ്യത്യാസം, അതായത് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാകും. ഓക്കെ, അതാണ് GDP. പിന്നെ പറയുന്നത് നോൺ ഫാം പേറോൾസ് ആണ്. ഓക്കെ, നോൺ ഫാം അല്ല ഇവിടെ എമ്മാണ്. ഓക്കെ, നോൺ ഫാം പേറോൾസ്. എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അൺഎംപ്ലോയ്മെൻ്റ് ആവട്ടെ, ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും GDP ആണെങ്കിലും അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിലും ഇൻഫ്ലേഷനാണ്, ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളെല്ലാം കാട്ടി ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസായിരിക്കും നോൺ ഫാം പേറോൾസ് ന്യൂസ് എന്ന് പറയുന്നത്. നോൺ ഫാം പേറോൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സംഭവം ഈസ് ആൻ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് റിലീസ്ഡ് മന്ത്ലി, യൂഷ്വലി on the first Friday of every month and heavily affect the US dollar, the forex market and the stock market. എന്ന് വെച്ചാൽ ഈ നോൺ ഫാം പേറോൾസ് റിലീസ് ചെയ്യുന്നത് മന്ത്ലി ആയിരിക്കും. ഓക്കെ, യൂഷ്വലി അത് ഫസ്റ്റ് ഫ്രൈഡേ ആണ് എവരി മന്ത്. എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾസ് റിലീസ് ചെയ്യും. ഓക്കെ, ഈ നോൺ ഫാം പേറോൾസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ആരൊക്കെ ഇപ്പം മന്ത്ലി ഇൻകം എടുക്കുന്നവരാണെങ്കിലും
പിന്നെ അഗ്രികൾച്ചർ ആണെങ്കിലും ആ ഒരു രീതിയിലാണെങ്കിലും എല്ലാം കൊണ്ടും ഇപ്പം അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസാണ് നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസ്. ഹെവി ഇമ്പാക്റ്റാണ് നോൺ ഫാം പേറോൾസ് എന്ന ന്യൂസ്. നോൺ ഫാം പേറോൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസ്, കൺസ്യൂമർ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, അതുപോലെ ഇൻഫ്ലേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസുകൾ. അപ്പോൾ ഇത്രയും ന്യൂസുകളാണ് മാർക്കറ്റിൽ ഹൈ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസൊക്കെ തന്നെ ആവട്ടെ, ചില സമയം നമുക്ക് കാണാം മാർക്കറ്റ് ചില സമയം പറക്കുമെന്ന് ചോദിച്ചാൽ ആ സമയമൊക്കെ നമ്മളൊരു ക്യാപിറ്റലുമായിട്ടിരുന്ന് സ്റ്റോപ്പ് ലോസൊക്കെ വെക്കാതിരുന്ന് ഇപ്പം ന്യൂസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം ഒന്നും അറിയാതിരുന്ന് നമ്മളിവിടെ ഒന്നും അറിയാതെ ട്രേഡ് എടുക്കുവാണെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആവാൻ അത് മതി. ലോട്ട് സൈസോ ഒന്നും കറക്റ്റ് അല്ലാണ്ട്, അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാണ്ട്, ഇതൊന്നും അറിയാണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് ഒക്കെ ട്രേഡ് പുഷ് ചെയ്താൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വാഷ് ഔട്ട് തന്നെ ആയിരിക്കും, കൺഫേം വാഷ് ഔട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂസിനെ പറ്റി പഠിച്ചു, ലോട്ടിനെ പറ്റി പഠിച്ചു, പിപ്പിനെ പറ്റി പഠിച്ചു, പിപ്പറ്റിനെ പറ്റി പഠിച്ചു, എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പഠിച്ചു, ടൈം സെഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ സെഷൻ ഓവർലാപ്പിംഗ് പഠിച്ചു. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തിയറി കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു സെഷൻസുമായിട്ട് വീണ്ടും കാണാം. അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഇപ്പം ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ഇന്ന തരത്തിലുള്ള ന്യൂസ്, പിന്നെ ന്യൂസ് അറിയാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്നൊരു സൈറ്റാണ് ഫോറക്സ് ഫാക്ടറി. ഓക്കെ, ഫോറക്സ് ഫാക്ടറി ന്യൂസ് ഒന്ന് കൊടുക്കുക. ന്യൂസ് ഫോറക്സ് ഫാക്ടറി എന്ന് വരും. അവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതാ കണ്ടോ, ഓരോരോ ന്യൂസുകൾ, ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയും ഡൗൺ മാർക്കറ്റ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ന്യൂസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് കറൻസി പേഴ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഇനി വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ യൂറോ USD ആണെങ്കിലും, അല്ലെങ്കിൽ GBP USD ആണെങ്കിലും, USD JPY ആണെങ്കിലും, അങ്ങനെ ഓരോ കറൻസികളെയും ഏതൊക്കെ കറൻസികളുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ന്യൂസുകൾ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാം ഓരോ മഞ്ഞ, അതുപോലെ തന്നെ ഇവിടെ എല്ലാം യെല്ലോ കളേഴ്സ്. ഓക്കെ, യെല്ലോ കളേഴ്സ് കാണാം. ഇനി താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ, മോറെന്ന് കൊടുക്കുകയാണെങ്കിൽ താഴോട്ടുള്ള ന്യൂസുകൾ വരും. അപ്പോൾ ഇവിടെ എല്ലാം യെല്ലോ കളേഴ്സാണ്. യെല്ലോ കളേഴ്സ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, റെഡ് കളർ വരുവാണെങ്കിൽ അത് മാർക്കറ്റിൽ ഹെവി ഇമ്പാക്റ്റാണ്. ഓക്കെ, ഇവിടെ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ട്രംപ് ഈസ് കൺസിഡറിങ് എ നാഷണൽ എക്കോണമിക് എമർജൻസി ഡിക്ലറേഷൻ ടു അലോ ഫോർ ഒരു ന്യൂസ് ഇവിടെ മാർക്കറ്റിൽ ഹെവി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ റെഡ് കളർ കാണിക്കുന്നത്. ഓക്കെ, യെല്ലോ എന്ന് വെച്ചാൽ ഹെവി ഇമ്പാക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ന്യൂസിൻ്റെ കാര്യങ്ങൾ, ന്യൂസ് എങ്ങനെ അറിയാം എന്നുള്ള കാര്യവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഈ ചാർട്ട് അനാലിസിസും അതുപോലെ തന്നെ അതായത് ടെക്നിക്കൽ അനാലിസിസിലോട്ട് വരുമ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആഡ് ആവുകയാണെങ്കിൽ ഓരോ ന്യൂസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കവിടെ മുൻകൂട്ടി അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ന്യൂസും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഓക്കെ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ന്യൂസിനെ പറ്റിയുള്ള ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നോൺ ഫാം പേറോൾസ്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളുടെയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും, നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓക്കെ, അപ്പം താങ്ക് യു.